Alhamdulillahi Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil falan tajida lahu waliyyan murshida. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവ്, പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, 40 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. അതങ്ങനെ വരാനുള്ള ഒരു കാരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള ഒരു ആയത്തിനെ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള ഒരു സൂറയിൽപ്പെട്ട ഒരു ആയത്താണ് അവലം നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. അതായത് ഉംർ നിനക്ക് നൽകിയില്ലേ, ഉംർ എന്ന് പറഞ്ഞാൽ ആയുസ് നൽകിയില്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ആ ആയുസ്സിനെ നേരെ വിപരീതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് അല്ലാഹു ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ വിപരീതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പ്രായമായി അങ്ങേയറ്റം പ്രായത്തിലെത്തിയ മനുഷ്യന്റെ പ്രകൃതി ചെറിയ കുട്ടികളുടേതിന് സമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെയൊക്കെ വീടുകളിൽ അത്തരക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇന്ന് സമൂഹത്തിൽ വളരെയധികം മൃഗീയമായ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വിഭാഗമാണ് വാർദ്ധക്യത്തിലെത്തുന്ന ആളുകൾ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പിന്നീട് അവരെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഒരു നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ഒരു മുടക്കാച്ചരക്കായി അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കുട്ടികളെ പോലെ പ്രായമുള്ള ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ ഒതുക്കാൻ വേണ്ടി മക്കൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ പലതാണ്. അത് നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത മൃഗതുല്യമായ രൂപത്തിലുള്ള പീഡന മുറകളാണ് പ്രായമായ ആളുകൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടുകളിൽ അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അത്തരക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ കേട്ടിരിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് പ്രായമില്ലാത്ത ആളുകൾ കേൾക്കണമെന്നല്ല, പിന്നെയോ പ്രായമുള്ള ആളുകളും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു തആല പരിഗണന നൽകാൻ വേണ്ടി പറഞ്ഞൊരു വിഭാഗമാണ് പ്രായമായ ആളുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നതിന്റെ മര്യാദ പഠിപ്പിക്കാൻ, ഒരു അഭിവാദന രീതി പഠിപ്പിക്കാൻ, ആ അഭിവാദന രീതി പഠിപ്പിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം എന്താണ്? യുസല്ലിമു സഗീറു അലൽ കബീർ. നിങ്ങളിൽ ചെറിയ പ്രായമുള്ളവർ, ചെറിയവർ എന്ത് ചെയ്യട്ടെ? മുതിർന്നവർക്ക് സലാം പറയട്ടെ.
ഒരു ഇബാദത്ത് നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് മുതിർന്നവരെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം സലാം പറയുന്ന വിഷയത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതായത് നിങ്ങളൊരു നാട്ടിലേക്ക് യാത്ര പോകുന്നു. ആ യാത്ര പോകുന്ന സമയത്ത് വൈദാ ഹദറത്തിസ് സ്വലാ, നിസ്കാരത്തിന്റെ സമയം നിങ്ങൾക്ക് വന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യട്ടെ? ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും, ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ. വൽയഉമ്മക്കും അക്ബറുക്കും, നിങ്ങളിൽ മുതിർന്നവർ ഇമാമത്ത് നിൽക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീന് നൽകുന്ന പ്രാധാന്യമാണ് പറയുന്നത്. ആരാധനക്ക് നേതൃത്വം നൽകുന്ന സമയത്ത് ഒരാൾ ബാങ്ക് കൊടുക്കുക, കൂട്ടത്തിൽ മുതിർന്ന ആൾ എന്ത് ചെയ്യട്ടെ? അയാൾ ഇമാമായി നിൽക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പരാതി എത്തി. എന്താ പരാതി എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പരാതി വരികയാണ്. എന്താ പരാതി? നിസ്കാരത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നു, ജമാഅത്ത് നിസ്കാരത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ദീനുൽ ഇസ്ലാമിൽ അതിനൊരു അതിരുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കും പോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ റക്അത്തിന്റെ സമയം എത്രയും നമുക്ക് എടുത്ത് നിസ്കരിക്കാം. എന്നാൽ ജമാഅത്തായിട്ട് നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ഇമാമുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. കാര്യം എന്താണ്? മഅ്മൂമായി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ യാത്രക്കാരുണ്ടാകും, രോഗികളുണ്ടാകും. അപ്പൊ ജമാഅത്ത് നിസ്കാരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് എന്താണ്? വളരെ പെട്ടെന്ന് അത് അവസാനിക്കലാണ്. ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിൽ തീർപ്പ് പറഞ്ഞപ്പോൾ ഒരു സഹാബി ദീർഘമായി നിസ്കാരത്തിൽ ഊതി. അപ്പൊ മഅ്മൂമായ ഒരു വ്യക്തി പിന്നീട് ശേഷം വന്ന് പ്രവാചകനോട് പരാതി പറയണം, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എങ്ങനെ ഇമാമിനെ തുടരാൻ കഴിയുന്നില്ല, എനിക്ക് വല്ലാതെ പ്രയാസം അനുഭവപ്പെടുന്നു. അപ്പൊ ഇമാമിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ കർക്കശമായിട്ട് പറയുന്നു, അഫത്താനന്ത, നീ ഒരു കുഴപ്പക്കാരനാണോ എന്ന് ഇമാമിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന രംഗം കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മുതിർന്ന ആളുകൾക്ക് ഇസ്ലാം നൽകുന്ന സമീപനം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു റിട്ടേൺ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് അതുവഴി നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാ അക്രമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി, ഒരു ചെറുപ്പക്കാരൻ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു മുതിർന്നവനെ ബഹുമാനിക്കുമ്പോ വാർദ്ധക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെയും ആദരിക്കാൻ വേണ്ടി ആളുകളെ ഒരുക്കും എന്നുള്ളതാണ്. അത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു നമുക്കത് പ്രതിഫലമായി നൽകും എന്നുള്ളതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടുന്ന ഒരു വാക്കുണ്ട്, അൽ ബർക്കത്തു മഅ അകാബിരിക്കും. നമ്മുടെ വീട്ടിൽ ഒന്നിനും പറ്റാതെ അവശരായി കിടക്കുന്ന വാർദ്ധക്യത്തിലെ ആളുകൾ വഴിയാണ് നമുക്ക് അല്ലാഹു ബർക്കത്ത് നൽകുന്നത്. ഒരു കവിയുടെ ഒരു പാട്ടുണ്ട്, അതായത് അള്ളാഹു നിങ്ങൾക്ക് മഴ തരുന്നത് എന്താണ്? ലൗലൽ ബഹായിം, മിണ്ടാപ്രാണികളില്ലായിരുന്നുവെങ്കിൽ, മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളില്ലായിരുന്നുവെങ്കിൽ, സാധുക്കളായ വൃദ്ധരായ ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു എങ്ങനെ നിങ്ങൾക്ക് മഴ നൽകുമെന്ന് ഒരു കവി ചോദിച്ചത് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബർക്കത്ത് എന്ന് പറയുന്നത്, അവർ നമ്മുടെ കുടുംബത്തിന്റെ താങ്ങും തണലുമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്തിലേക്കാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ശരീരം അതിലേക്ക് വഴിപ്പെട്ടേ മതിയാവും അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രായമുള്ളവരിലൂടെയാണ് അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രായമുള്ള ആളുകൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. പ്രവാചക സഹാബിമാരുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് 40 വയസ്സെത്തി കഴിഞ്ഞാൽ അവർ മരണത്തിന് വേണ്ടി ഒരുങ്ങാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ജീവിതത്തിന്റെ ഒരു തീരുമാനമെടുക്കുന്ന ഒരു പക്വത എത്തിയ ഒരു പ്രായമാണ് 40 വയസ്സെത്തുക എന്ന് പറയുന്നത്. അപ്പൊ 40 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഭാഗ്യം കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിന്റെ ഒരു മാതൃക, അവർ മരണത്തിന് വേണ്ടി കണക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഹറാമിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ജീവിതം അവർ സ്വമേധയാ തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഫൻ തുണി വാങ്ങാനുള്ള ഒരു ധൈര്യം
നമ്മൾ നേടണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മറ്റുള്ളവർക്ക് കഫൻ തുണി വാങ്ങാൻ അതൊന്നും വേണ്ട, മരിച്ചില്ലേ അതിന്റെ കഫൻ തുണി ഞാൻ കൊണ്ടുവരാം, അതിന് നമുക്ക് ധൈര്യം ഉണ്ടാകും. പക്ഷേ നമുക്ക് വേണ്ടി നമ്മുടെ കഫൻ തുണി വാങ്ങാൻ നമ്മൾ ധൈര്യശാലികളാണോ? അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ ആ ഒരു കഫൻ തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ ഒരു രംഗത്തിന് നമ്മൾ സന്നദ്ധനായിട്ടുണ്ടോ? അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ലല്ലോ. നമ്മളെല്ലാവരും അതിൽ പൊതിഞ്ഞേ മതിയാവും. അതിൽ നിന്ന് ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു ധൈര്യം നേടാനുള്ള ഒരു പ്രായമാണ് 40 എന്ന് പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിക്കാം, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, അള്ളാഹുവിന്റെ റസൂലെ ജനങ്ങളിൽ ഏറ്റവും ഖൈറായ വ്യക്തി ആരാണ്? പ്രവാചകന്റെ മറുപടി പ്രകാരമാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരാൾക്ക് അള്ളാഹു ഒരുപാട് ആയുസ് കൊടുത്തു. ആ ആയുസ് കൊടുത്തപ്പോ അയാൾ ഒരുപാട് നന്മകൾ ചെയ്തു. അയാൾ കിട്ടിയ ആയുസ് മുഴുവൻ നന്മക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഉപയോഗിച്ചത്. സമയം എങ്ങനെ ചെലവഴിക്കാം അല്ലേ? നമ്മുടെ മൊബൈലുകളിൽ നെറ്റിന്റെ ഡാറ്റ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. എന്നാൽ നേരെ തിരിച്ചും അങ്ങനെ തന്നെ അല്ലേ? സുബ്ഹിന്റെ പ്രഭാതം മുതൽ അതിന്റെ തൊട്ട് മുമ്പ് തന്നെ എഴുന്നേറ്റ് അള്ളാഹുവിനെ തഹജ്ജുദ് നിസ്കരിച്ച് എത്ര ആളുകളുണ്ട്. അങ്ങനെ ദിക്റ് ചൊല്ലി ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി പാലിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ആയുസ്സാണ് അവരും അനുഭവിക്കുന്നത്. പക്ഷെ ഒരുവൻ അത് പാഴാക്കി കളയുന്നു. ഒരു സ്വർണത്തിന്റെ ഒരു കട്ടി ഒരു സഞ്ചിയിലാക്കി നമ്മുടെ കൈവശം ഒരാൾ തന്നു, ഇത് നിനക്കുള്ളതാണ്. പക്ഷേ ഈ തന്ന ആൾക്ക് ഇതിന്റെ മൂല്യം അറിയില്ല. അയാൾ ഇതിനെന്ത് ചെയ്യുന്നു? അശ്രദ്ധമായിട്ട് വഴിയിൽ കാണുന്നവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് വലിച്ചെറിയുന്നു. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാണ് നമ്മുടെ ആയുസ്സിന്റെ അവസ്ഥ. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഖിയാമത്ത് നാൾ വരെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അത്രയും സമയം നമ്മൾ ഖബറിലേക്ക് അടുത്തു എന്നതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആയുസ് കിട്ടിയിട്ട് അത് നന്മയിൽ ഉപയോഗപ്പെടുത്തിയവനാണ് ഖൈറായ വ്യക്തി. പ്രവാചകനോട് ആ വ്യക്തി കൊണ്ട് ചോദിച്ചു, അയ്യുന്നാസി ശർ, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും മോശപ്പെട്ട വ്യക്തി ആരാണ്? പ്രവാചകന്റെ മറുപടി ഇതാണ്, മൻ താല ഉംറുഹു വസാഅ അമലുഹു. ആയുസ് ഒരുപാട് കിട്ടി, പക്ഷേ വൃത്തികേടിന് വേണ്ടിയിട്ടാണ് അവന്റെ ആയുസ് പാഴാക്കിയത്. ഇങ്ങനത്തെ ഒരാളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അമാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്വയമേവ ഒരു ഒരുക്കം നമ്മൾ പ്രത്യേകമായി നമ്മൾ നടത്തണം ആഖിറ ലോകത്തിലേക്കുള്ള യാത്രക്ക് എന്നുള്ളതാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അറുദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുവേ, ഞാൻ ആയുസ്സിന്റെ അങ്ങേയറ്റത്തേക്ക് തള്ളപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. കിടത്തിയാൽ കിടത്തിയെടുത്ത് മലമൂത്ര വിസർജനം നടത്തുക, പരസഹായത്തോടു കൂടി നമ്മൾ നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരിക, നമ്മൾ കാരണമായി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ആൾക്ക് ഒരു നല്ല ഭക്ഷണം കഴിക്കാനോ ഒരു യാത്ര പോകാനോ പുറത്തേക്ക് ഇറങ്ങാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ കാവല് ചോദിച്ചതാണ്, അള്ളാഹുവേ അറുതിലേക്ക് ഞാൻ തള്ളപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നുള്ളത് നമ്മളും ആ പ്രാർത്ഥന പതിവാക്കണം എന്നുള്ളതാണ് കൃത്യമായി പഠിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രായമുള്ളവരെ ബഹുമാനിക്കുവാനും പ്രായത്തിലെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വിഷയങ്ങളെ കൊണ്ട് നമ്മുടെ ആയുസ്സിനെ ധന്യമാക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്.
അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രായമായി എന്നറിയിക്കാനുള്ള ഒരു അലാറം നമ്മുടെ ശരീരത്തിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശരീരം നമുക്ക് ഒരു വഴങ്ങിത്തരാത്ത, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഓജസ്സും ആ ഒരു തേജസ്സും അതേപോലെ തന്നെ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പ്രായമാകുന്നവരിലുണ്ട്. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ശരീരം ചുക്കിച്ചുളിയുന്നു, എല്ലുകൾ ദുർബലപ്പെടുന്നു. ഈ ഒരു വിഷയത്തിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നര ബാധിക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നര എന്ന് പറയുന്നത് അത് നിങ്ങൾ പറിച്ചു കളയരുത്. ഇന്നഹു നൂറുൽ ഇസ്ലാം, അത് ഇസ്ലാമിന്റെ ഒരു പ്രകാശമാണ്, ഒരു തെളിച്ചമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും പിശാചി ഇടപെടുന്ന ഒരു രംഗമാണ്. എന്തിനാ നീ ഒരു നര കൊണ്ട് നടക്കുന്നത്? അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മളോട് പറയും, എന്തിനാ നിങ്ങൾ ഈ നര വെച്ച് നടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കത് നിറം മാറ്റാം. കറുപ്പ് കൊണ്ട് മാത്രം നിങ്ങൾ നിറം മാറ്റരുത്. അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മിക്കവാറും ആളുകളെ സംബന്ധിച്ചിടത്തോളം കറുപ്പിനോടാണ് ഇഷ്ടമുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവ ബുദ്ധിയാൽ എതിർത്ത ഒരു വിഷയമാണ്, നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു വിഷയമാണ്. കറുപ്പല്ലാത്ത ഏത് കളർ കൊണ്ടും നമുക്കതിന് നിറം മാറ്റാം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ധാരാളം ആളുകൾ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു വിശ്വാസത്തോട് ചാഞ്ഞു നിൽക്കുന്ന മനസ്സ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ആ ഒരു പാതയിലേക്ക് നമ്മൾ പ്രവേശിക്കരുത്. അള്ളാഹു തന്ന ഒരു അടയാളമാണ്, നിനക്ക് ഒരുങ്ങാനായിട്ടുണ്ട്, നിനക്ക് റെഡിയാവാനായിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കാൻ നരകൾ നമുക്ക് കാരണമാകട്ടെ എന്നായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടതും ആശിക്കേണ്ടതും. പ്രിയപ്പെട്ടവരെ, ആ വിഷയം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ വസിയത്തിന് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ പള്ളിയിലൊക്കെ ജമാഅത്തുകൾക്ക് കൃത്യമായി പങ്കെടുത്തിരുന്ന നമ്മൾ ഖാദർ സാഹിബ്, അദ്ദേഹം ഷുഗറുമായി ബന്ധപ്പെട്ട് വളരെ വിഷമാവസ്ഥയിലാണ്. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരന് എത്രയും പെട്ടെന്ന് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ ഖുത്ബയിലും സൂചിപ്പിച്ചിരുന്നു, നമ്മളുടെ ഒരു പൗരത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു സംഗതിയാണ് നമ്മുടെ SIR-മായി ബന്ധപ്പെട്ട കാര്യം. ഒരിക്കലും അതിൽ അമാന്തം വരുത്തരുതേ എന്ന് അത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത്. സമയങ്ങൾ അവസാനിക്കുന്നു. ഇനി ഒരു പക്ഷേ വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ ബന്ധപ്പെട്ടവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഭീകരമായ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകണം. പല സംസ്ഥാനങ്ങളിലും ജീവിക്കാൻ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഭരണകൂടം സമ്മതിക്കാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കേട്ടറിയുന്നുണ്ട്, കണ്ടറിയുന്നുണ്ട്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ വേണം. നമ്മളൊരു അല്പസമയം നീക്കി വെച്ചാലും അതിന് എവിടെയാണോ നമ്മൾ ചെല്ലേണ്ടത് അവിടെ ചെന്ന് അത് പൂരിപ്പിച്ച് നൽകി അത് വളരെ വൃത്തിയായി രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ രോഗങ്ങളെ കൊണ്ട്, മാറാവേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ من النار اللهم اجرنا من النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين. اللهم صل